ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ക്ലോക്കുകൾ എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം. ക്ലോക്കുകൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒത്തിരി ഉണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ക്ലോക്കുകളുണ്ട് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട്. എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, ഏതാണ് ആപ്ലിക്കേഷൻ എന്നൊക്കെ ഉള്ളത് പരിചയപ്പെടാം. ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള ഒരു ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ തികച്ചും ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നിയോൺ ക്ലോക്ക് വാൾപേപ്പർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നമുക്ക് പെയ്ഡ് വെർഷനും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഫ്രീ വെർഷനും ഉണ്ട്. പെയ്ഡ് വെർഷനും നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, നമുക്കിഷ്ടമുള്ള ക്ലോക്ക് പെയ്ഡായിട്ടുള്ള അതാണെങ്കിൽ പോലും നമുക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും. ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാൻ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേ രീതിയിലുള്ള ക്ലോക്ക് വാൾപേപ്പർ എന്ന് പറയുന്നിട്ടൊരു ഓപ്ഷൻ ഇതുപോലെ എനേബിൾ ആയിട്ട് വരും. നമ്മൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. അവിടെ നമുക്ക് അലോ പെർമിഷൻ ചോദിക്കും. ഇത് നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുള്ളത് ചോദിക്കും. ഡോണ്ട് അലോ കൊടുത്താൽ മതി. ക്ലോക്കിന് പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ആവശ്യമില്ല. ഇതിനകത്ത് നിങ്ങൾക്ക് നിരവധിയായിട്ടുള്ള ക്ലോക്കുകൾ കാണാം. ഫസ്റ്റ് നമുക്ക് ഈ കാണുന്നതെല്ലാം ഫ്രീ ആയിട്ടുള്ളതാണ്. ഈ ഒരു കിരീടത്തിൻ്റെ എംബ്ലം കൊടുത്തിരിക്കുന്നുണ്ടോ, ഇതെല്ലാം നമുക്ക് പെയ്ഡാണ്. എന്നാൽ നമുക്ക് പെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പെയ്ഡ് ചെയ്യാതെ ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള വാൾപേപ്പർ സെറ്റ് ചെയ്യാം. ഒരുപാട് ക്ലോക്കുകളുണ്ടല്ലോ. ഇതെല്ലാം 100% വർക്കായിട്ടുള്ള ക്ലോക്കുകളാണ് കേട്ടോ. എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടൊരു പിക്ചർ പോലെ നിൽക്കുന്നില്ല. നമുക്കിതിൽ ടൈം എല്ലാം കറക്റ്റായിട്ട് നമ്മുടെ ഫോണിലുള്ള ടൈം തന്നെ ഓട്ടോമാറ്റിക്കലി സെറ്റാകും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഏതെങ്കിലും ക്ലോക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാം. ഒരുപാടുണ്ട് ഇതിഷ്ടമുള്ള. ഞാനിപ്പോൾ ഈ ഒരു ക്ലോക്ക് കിരീടം ഉള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു അഡ്വൈസ്മെൻറ്റ് വരും. അത് നമുക്കൊന്ന് ജസ്റ്റ് വാച്ച് ചെയ്യാം. വാച്ച് ചെയ്തിട്ട് നേരെ ബാക്കിലോട്ട് പോകാം. ഇവിടെ നമുക്ക് അലോ പെർമിഷൻസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ചോദിക്കും. ഇത് നമുക്ക് നോട്ട് അലോ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ യൂസ് ദിസ് വാച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയം ഇവർ പറയുന്ന ആ ഒരു പരസ്യം ഒരു കുറച്ച് സമയം നമുക്ക് കാണാം. അപ്പോൾ വാച്ച് വാൾപേപ്പർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ, അല്ലെ സ്ക്രീൻ സേവർ, ഏതാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ സ്ക്രീൻ സേവറിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ക്ലോക്കിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കാണിക്കും. ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോട്ട് അലോഡാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഈ അലോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരെ ബാക്കിലോട്ട് തന്നെ പോവുക. ഈ ക്ലോക്ക് ഇതുപോലെ ഇതുണ്ടാവും, വാൾപേപ്പറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഫോൺ യൂസ് ചെയ്താലല്ല കറക്റ്റായിട്ടുള്ള ടൈമാണ്. നിങ്ങൾക്കിവിടെ ടൈം മുകളിൽ ടൈം കൊടുത്തേക്കുന്നതാണ്, താഴെ ടൈം കാണാം. കറക്റ്റായിട്ട് ടൈമിനനുസരിച്ച് ഇത് ഓടും. ഇത് ഓടുന്ന ക്ലോക്കുകളും ഇതിനകത്തുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ഒരുപാട് ക്ലോക്കുകൾ കിടപ്പുണ്ട്. നമുക്കിതുണ്ട് ഇതുപോലെ. ഇതിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത ക്ലോക്കാണ്. കൂടാതെ നമുക്ക് ബാക്കിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ക്ലോക്കുകൾ വേറെ നമുക്കിവിടെ കാണാം. ഉണ്ട് ഇതുപോലെയുള്ള ക്ലോക്കുകൾ ഏത് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീൻ സേവറായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. സ്ക്രീൻ സേവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. ഏറ്റവും നല്ലത് സ്ക്രീൻ സേവറായിട്ട് കൊടുക്കുന്നതാണ്. ഞാനിവിടെ വാൾപേപ്പറായിട്ട് തന്നെ സെറ്റ് ചെയ്യുവാണ്. ഇവിടെ നിങ്ങൾക്കിത് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാനായിട്ടും പറ്റും. ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ലോക്ക് സ്ക്രീന്, ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ എന്ന് കാണിക്കും. ഞാനിവിടെ ഹോം സ്ക്രീനിലോട്ട് കൊടുക്കുവാണ്. അതിനുശേഷം നമുക്കിവിടെ അപ്ലൈ കൊടുക്കാം. ഈ രീതിയിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ, സീ യു.